നമ്മുടെ മനസ്സിൽ എന്നും ഗൃഹാതുരത്വം ഉണർത്തുന്ന മണിമുത്തുകളാണ് നാടൻ പാട്ടുകൾ. നാടൻ പാട്ടിന്റെ ഒരു മനോഹരമായ അധ്യായവുമായി മിന്നാമിനിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം ടു മിന്നാമിനിങ്, പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് സെലിബ്രേറ്റഡ് ബൈ ഈസ്റ്റേൺ. നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ നമുക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം. കുപ്പുസ്വാമി സർ മിന്നാമിനിങ്ങിലേക്ക് സ്വാഗതം. മഹതി മാം സ്വാഗതം. വിധുപ്രത സ്വാഗതം. നമ്മുടെ മിന്നാമിനിങ്ങിന്റെ ഈ വേദിയെ കൂടുതൽ ധന്യമാക്കാൻ അല്ലെങ്കിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ മണിച്ചേട്ടന്റെ കുറെ ആരാധകർ എത്തിയിട്ടുണ്ട്. അവര് ചെങ്ങന്നൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ചെങ്ങന്നൂര് പാണ്ടനാട്ടിൽ നിന്നാണ്. അരുണ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ പ്രവർത്തകരാണ് അവര്. നമുക്ക് അവരെയും സ്വാഗതം ചെയ്യാം. ഓഡിയൻസ് ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അവര്. സ്വാഗതം. മിന്നാമിനിങ്ങിന്റെ ഇന്നത്തെ സംഗീതയാത്ര നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ പരസ്പരം റൗണ്ടാണ്. ശീതളും നിസാറുദ്ദീൻ ഷായും ചേർന്നാണ് ഇന്ന് ഡ്യുവറ്റ് പെർഫോമൻസുമായിട്ട് വരുന്നത്. ലെറ്റ്സ് വെൽക്കം ശീതൾ ആൻഡ് നിസാറുദ്ദീൻ. നിസാർ, ശീതൾ, ഹായ്. നല്ല രസമുണ്ട്, നല്ല കോമ്പിനേഷൻ, ബ്ലാക്ക് ആൻഡ് ഗ്രീൻ. അപ്പോ ഡ്യുവറ്റ് റൗണ്ടിൽ ഏത് പാട്ടാ പാടുന്നത്? ഞാറ്റുപാടത്തെ തുമ്പി എന്നുള്ള സോങ് ആണ് പാടുന്നത് ഞങ്ങൾ. ഓക്കെ, രണ്ടുപേരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ശീതൾ നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്യാ. ഓക്കെ, നന്നായിട്ട് പാടൂ. ഓക്കെ. തന്താന 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 തന്താന. ഞാറ്റുപാടത്തെ തുമ്പി നല്ല തുമ്പി, നാട്ടുപെണ്ണിനെ കണ്ടോ അവരമ്പിൽ, നാടൻ പാട്ടുകൾ പാടാൻ പോയതാണേ, നാട്ടുപാടം തേടി പോയതാണേ. ഞാറ്റുപാടത്തെ തുമ്പി നല്ല തുമ്പി, നാട്ടുചെക്കനെ കണ്ടോ അവരമ്പിൽ, നാടൻ പാട്ടുകൾ പാടാൻ പോയതാണേ, ഞാറ്റുപാടം തേടി പോയതാണേ. ഞാറ് പൊഞ്ഞാറ് നടും നേരത്ത് കാറ്റൊന്നു വന്നോടി തുമ്പി, പുഞ്ചവയലിന്റെ മാറിൽ പൂങ്കാറ്റ് വന്നോടി തുമ്പി, ആ കാറ്റ് പൂങ്കാറ്റ് പോയിടും നേരത്ത് പാട്ടൊന്നു കേട്ടോടി തുമ്പി, വടക്കൻ പാട്ടിന്റെ ഈണം രസിച്ചു കേട്ടോടി തുമ്പി, ആ ചക്രം ചവിട്ടുന്ന ചക്കൻ കാക്കക്കാരുമ്പൻ, ഇടം കണ്ണിട്ട് നോക്കണ കണ്ടോ ആ പെണ്ണിനെ. ഞാറ്റുപാടത്തെ തുമ്പി നല്ല തുമ്പി, നാട്ടുചെക്കനെ കണ്ടോ അവരമ്പിൽ, നാടൻ പാട്ടുകൾ പാടാൻ പോയതാണേ, ഞാറ്റുപാടം തേടി പോയതാണേ. കാറിന്റെ ചേലുള്ള
മഴക്കാരിന്റെ ചേലുള്ള മാനിന്റെ കണ്ണുള്ള പെണ്ണിന്റെ പാട്ടില് തേനാ തെക്കേ തൊടിയിലെ തെന്നലിലാടുന്ന തൈമാസപ്പൂവിലെ തേനാ ഹത്തിന് പൂന്തന് പാടെ നുകരാൻ പുതിയറുന്നെന്റെ തുമ്പി ഞാറ് നടും ചെളിയാവോളം കാണാൻ ആശ പെരുക്കുന്നു തുമ്പി ഞാറ്റുപാടത്തെ തുമ്പി നല്ല തുമ്പി നാട്ടുപെണ്ണിനെ കണ്ടോ അവരമ്പിൽ നാടൻ പാട്ടുകൾ പാടാൻ പോയതാണേ ഞാറ്റുപാടം തേടി പോയതാണേ ഞാറ്റുപാടത്തെ തുമ്പി നല്ല തുമ്പി നാട്ടുചെക്കനെ കണ്ടോ അവരമ്പിൽ നാടൻ പാട്ടുകൾ പാടാൻ പോയതാണേ ഞാറ്റുപാടം തേടി പോയതാണേ തന്താന 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 നിസാറുദ്ദീൻ, ശീതൾ, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തലയാട്ടി ആ ഒരു വയലിന്റെ കൂടെ ഇങ്ങനെ ഒരു വയലിലൂടെ ഒക്കെ പോകുന്ന പോലെ ബാക്ക്ഡ്രോപ്പിൽ ആ ഒരു പിക്ചറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിന്റെ കമന്റ്സ് ചോദിക്കാം അല്ലേ ജഡ്ജസിനോട്. കുപ്പസ്വാമി സർ. நிசார் சார் ஓகே நல்லா இருக்கு நல்லா இருக்குங்க நன்னாயிட்டு பாடி இந்த மிடில் ரேஞ்சில் பாடும்போதெல்லாம் நல்லா பிரைட்டாக நல்லா இருக்கு. கொஞ்சம் அந்த டாப் நோட் போகும்போது கொஞ்சம் நீங்கள் கவனமாக இருக்கணும். அது கொஞ்சம் அப்போ நீங்கள் என்ன அது டாப் நோட்டு சரியாக வரணும்னா என்ன செய்யணும்னா அந்த இடத்துல ஃபுல்லாக த்ரோட்டு கொடுக்காம கொஞ்சம் அந்த லைட்டாக ஃபால்ஸ் விட்டால் டாப் நோட்டில் கரெக்டாக நோட்ஸ் நிற்கும். அங்கே அந்த டாப் போகும்போது நீங்கள் ஃபுல்லாக ஓப்பன் பண்ணக்கூடாது. அந்த பிடிங்க அந்த டாப் நோட் செகண்ட் டாப்ல வரும். കാറിന്റെ ചേലുള്ള മഴക്കാറിന്റെ ചേലുള്ള മാനിന്റെ കണ്ണുള്ള പെണ്ണിന്റെ പാട്ടില് തേനാ തെക്കേ തൊടിയിലെ തെന്നലിലാടുന്ന തൈമാസപ്പൂവിലെ തേനാ அங்க மேல மேல கரெக்ட் இன்னும் ஒன் மோர் തെക്കേ തൊടിയിലെ തെന്നലിലാടുന്ന തൈമാസപ്പൂവിലെ തേനാ തൈമാസപ്പൂവിലെ തേനാ. നെക്സ്റ്റ് അതിന് പൂന്തേന് പാടെ നുകരാൻ പുതിയറുന്നെന്റെ തുമ്പി. லைட் பண்ணிட்டீங்கன்னா அந்த கரெக்டா அங்க சேரும். ஆனா அது ஒரு டெக்னிக்கல நமக்கு வந்து வரல பிச்சு ஜாஸ்தி ஆயிட்டு அப்படின்னா ஐயோ பிச்சு ஜாஸ்தி ஆயிட்டு பாட முடியாது அப்படின்னு நினைக்க கூடாது. இல்ல சார் அது எப்படியாவது பாடணும் இல்லையா? அப்படி பாட்டு நல்லா ஆயிட்டு. താങ്ക് യു സാർ. താങ്ക് യു സർ. മഹതി മാം. നിസാർ ആൻഡ് ശീതൾ നന്നായി പാടി. താങ്ക് യു. എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നിസാറിന്റെ വോയിസ് ടെക്സ്ചർ. ന്യൂ ഏജ് വോയിസ് വിത്ത് നാടൻ പാട്ട്, അതൊരു നല്ല കോമ്പിനേഷനാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനാണ്. നിസാർ ഓവർ ത്രോ ചെയ്യുന്നുണ്ട്, അത് ഒത്തിരി ഷാർപ്പായി പോകുന്നുണ്ട്. ഓക്കെ, സോ എസ്പെഷ്യലി ദാറ്റ് പ്ലേസ് വാസ് ലിറ്റിൽ ഓഫ് മോസ്റ്റ് ഓഫ് ദ ടൈംസ്. സോ അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ശീതളിന് ഒത്തിരി കുറവല്ലേ, ഭയങ്കര ലോ ആണല്ലേ. കാരണം ശീതൾ ഒത്തിരി പുഷ് ചെയ്ത് പാടായിരുന്നു. ഇറ്റ് ഈസ് ഓക്കെ. ശീതൾസ് പിച്ചിങ് വാസ് മോർ ഓർ ലെസ് ഫൈൻ. എനി ഹൗ, നൈസ് പെർഫോമൻസ്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു മാം. വിധു. നിസാറുദ്ദീൻ, ശീതൾ. ഓക്കെ, നല്ല സോങ് സെലക്ഷൻ. എനിക്ക് തോന്നുന്നത് ഇതിന്റെ ശരിക്കും ഇതിന്റെ ഓർക്കസ്ട്രേഷൻ ഇങ്ങനെയൊന്നും ആയിരിക്കില്ലേ അല്ലേ? അല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു പ്രത്യേക ഒരു കൈയടി നമ്മുടെ ഈ ബാൻഡിന് കൊടുക്കണം. അവർ ഭയങ്കര നന്നായിട്ട് ബാക്ക് ചെയ്തു. എൻഡിങ് നോട്ട്സ് എല്ലാം കുറച്ച് പിച്ചിങ് പ്രോബ്ലമായിട്ട് തോന്നി. പിന്നെ ഉള്ളൊരു ജോഷ് വെച്ച് നിസാർ നന്നായിട്ട് കുറച്ച് മൂവ്മെന്റ്സും ചിരിച്ചൊക്കെ നിന്നു. ശീതളിന് വളരെ ദേഷ്യപ്പെട്ട് ശീതൾ ഒരു സ്നേഹവും ഇല്ലാതെ അവിടെ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. അല്ല, പക്ഷെ എനിക്ക് തോന്നി രണ്ടുപേരും കൂടെ നിന്നപ്പോൾ നിസാർ കുറച്ചുകൂടെ ഒരു സന്തോഷത്തിൽ നിന്നു. ശീതളിലൊരു ചെറിയൊരു ഇതുപോലെ അതിന് കൂടുതൽ കോൺഷ്യസ് ആയിട്ടാണോ പാട്ടിൽ എന്നുള്ളത് അറിഞ്ഞുകൂടാ. എനിവേസ് നല്ല കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പെർഫോമൻസിന്. രണ്ടുപേരും ശ്രദ്ധിക്കേണ്ടത് പിച്ചിങ്ങിൽ മാത്രം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. നിസാർ, ശീതൾ,
എനിക്ക് തോന്നുന്നു ശീതൾ സീരിയസ് ആയിട്ട് നിന്നത് ഡ്യുവറ്റ് പാടുമ്പോൾ പരസ്പരം റൗണ്ടിൽ വരുമ്പോൾ മെയിൻ ലീഡ് ചെയ്യുന്ന ആളെക്കാട്ടിലും ടെൻഷനാണ് കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് അല്ലേ? എല്ലാവരും പറയുമ്പോൾ അയ്യോ ഞാൻ തെറ്റിച്ചതിന് മാർക്സ് മറ്റേ കണ്ടസ്റ്റന്റ് മാർക്ക് പോവോ എന്ന് പേടിച്ച് നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ശീതൾ അതായിരിക്കും എൻ്റെ ഒരു ബേസ് അല്ലേ? അപ്പൊ നമുക്ക് മാർക്സ് ചോദിക്കാം അല്ലേ സാർ? ഓക്കെ, കുപ്പുസ്വാമി സാർ, ഔട്ട് ഓഫ് 30 ഞാൻ ഇതിൽ 27 തരാം. താങ്ക് യു സർ. മഹതി മാം. നിസാർ 27. താങ്ക് യു മാം. താങ്ക് യു മാം. വിധു. ഓക്കെ 27 again. താങ്ക് യു. താങ്ക് യു ജഡ്ജസ്. അപ്പം 90-ൽ 81 മാർക്സ് ആണ്. നന്നായിട്ട് ശീതള നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. കാരണം വളരെ വലിയ അനക്കമൊന്നും ഇല്ലാതെ നിന്നെങ്കിലും പാട്ടിൽ വലിയ കുഴപ്പമില്ലാതെ പോയി എന്നുള്ളതാണ് ജഡ്ജസ് പറഞ്ഞത്. അപ്പം ഇനിയും നന്നായിട്ട് പെർഫോം ചെയ്യുക. ഈ പറഞ്ഞ മാതിരി നേരത്തേക്കുള്ള ഒരു പിച്ചിങ് പ്രോബ്ലം ഇല്ലായ്മ ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ കറക്റ്റ് ചെയ്യുക. നിസാർ നന്നായിട്ട് പെർഫോം ചെയ്യുക. ഓക്കെ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നിസാറിന്റെയും ശീതളിന്റെയും നല്ലൊരു പെർഫോമൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. വെൽക്കം ബാക്ക് ടു മിന്ന മിനുങ്ങ് പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. അപ്പോൾ അടുത്ത കണ്ടസ്റ്റന്റ് കൃതികയാണ്. കൃതിക മണിമേളം റൗണ്ടുമായിട്ടാണ് എത്താൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം കൃതിക. കൃതിക ചേച്ചി, നല്ല രസമുണ്ട് ഡ്രസ്സ്. റെഡ് ആൻഡ് യെല്ലോ നല്ല കോമ്പിനേഷൻ ആണ്. അപ്പൊ മണിമേളം റൗണ്ടിൽ ഏത് പാട്ടാ പാടുന്നത്? എന്നോട് എന്തേ മിണ്ടാത്തേ. നല്ല പാട്ടാണല്ലേ? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ട് പെർഫോം ചെയ്യൂ. താങ്ക് യു ചേച്ചി. എന്നോട് എന്തേ മിണ്ടാത്തേ, എന്നെ എന്തേ കാണാത്തേ, എന്നെ വെറുത്തോ ചേട്ടാ, എന്നുണ്ണിയേട്ടാ, എന്നെ മറന്നോ ചേട്ടാ. എന്നോട് എന്തേ മിണ്ടാത്തേ, എന്നെ എന്തേ കാണാത്തേ, എന്നെ വെറുത്തോ ചേട്ടാ, എന്നുണ്ണിയേട്ടാ, എന്നെ മറന്നോ ചേട്ടാ. എന്നോട് എന്തേ മിണ്ടാത്തേ, എന്നെ എന്തേ കാണാത്തേ, എന്നെ വെറുത്തോ ചേട്ടാ, എന്നുണ്ണിയേട്ടാ, എന്നെ മറന്നോ ചേട്ടാ. ഇന്നിവിടെ പോയമലേ കൺമണി നീ വരികില്ലേ, കണ്ണായ നിന്നെ ഞാൻ പൊന്നാട അണിയിക്കാം. ഇന്നിവിടെ പോയമലേ കൺമണി നീ വരികില്ലേ, കണ്ണായ നിന്നെ ഞാൻ പൊന്നാട അണിയിക്കാം. അമ്പലമുറ്റത്തെ കാണാത്തറ മുന്നിലെ ഞാനിരിക്കാം, ഉണ്ണിയേട്ടാ മുന്നിലെ വന്നിരിക്കാം. അമ്പലമുറ്റത്തെ കാണാത്തറ മുന്നിലെ ഞാനിരിക്കാം, ഉണ്ണിയേട്ടാ മുന്നിലെ വന്നിരിക്കാം. എന്നോട് എന്തേ മിണ്ടാത്തേ, എന്നെ എന്തേ കാണാത്തേ, എന്നെ വെറുത്തോ ചേട്ടാ, എന്നുണ്ണിയേട്ടാ, എന്നെ മറന്നോ ചേട്ടാ.
കൃതിക ചേച്ചി നല്ല രസമുണ്ടായിരുന്നു. മണിമേളം റൗണ്ട് എന്ന് പറയുമ്പോൾ ശരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒന്നാണ്. കാരണം ഡാൻസേഴ്സിന് ഡാൻസും നിങ്ങളുടെ പാട്ടും എല്ലാം കൂടെ ശരിക്കും നല്ല രസമാണ് കേൾക്കാനും കാണാനും. അപ്പൊ നമുക്ക് ജഡ്ജസിനോട് കമന്റ്സ് ചോദിക്കാം. വിധു, വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് കണ്ടസ്റ്റന്റ് എന്നാണ് ഞാൻ ഇങ്ങനെ കേട്ടത് നമ്മുടെ കോമ്പറ്റീഷനിൽ. എനിവേസ് നൈസ്. കൃതികയുടെ പാട്ട് കേൾക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ലുക്കിംഗ് ബ്യൂട്ടിഫുൾ, നല്ല സുന്ദരിയായിട്ടുണ്ട്. നല്ല എക്സ്പ്രഷൻസ് ആയിരുന്നു, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ ഭയങ്കര സങ്കടപ്പെട്ടൊക്കെ തന്നെ പാടി. എന്തുകൊണ്ടാണ് ഉണ്ണിയേട്ടൻ പോയത്? അതിന്റെ കാരണം അറിയോ? ഇത് പാട്ട് മനസ്സിലാക്കി അനുസരിച്ച് ഞാനൊരു സിറ്റുവേഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു, തന്നെ മനസ്സിലാക്കാൻ, പാട്ട് മനസ്സിലാക്കി പാടാൻ. ഒരു പെൺകുട്ടി എല്ലാ വർഷവും കാവില ഉത്സവത്തിന് കാണും. അപ്പോൾ അവർ തമ്മിൽ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു. അടുത്ത വർഷം പോയപ്പോൾ അയാളെ കണ്ടില്ല. കുട്ടി അന്വേഷിച്ചടന്ന് അയാളുടെ ഓർമ്മകൾ ഇങ്ങനെ വരികയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത്. അവസാനം കുട്ടിക്ക് മനസ്സിലാവില്ല, പക്ഷെ അത് മരിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട് കൃതികയുടെ. ഓക്കെ, എനിവേസ് അല്ല, അത് നല്ലൊരു സംഭവമാണ്. നമുക്കൊരു പാട്ട് മനസ്സിലാക്കി അത് കൂടുതൽ റിലേറ്റ് ചെയ്ത് പാടാൻ അങ്ങനത്തെ ഒരു സംഭവം മനസ്സിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലത് തന്നെ. കൂടുതൽ ഫീലൊക്കെ വരും. എനിവേസ് നന്നായിട്ട് തന്നെ പാടി. പിന്നെ ചില സ്ഥലങ്ങളിൽ പിച്ചിങ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി. നൈസ് വർക്ക്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വിധു. മഹതി മാം. കൃതിക, നൈസ് പെർഫോമൻസ് കൃതിക. താങ്ക് യു മാം. പിച്ചിങ് യെസ്, ലിറ്റിൽ ബിറ്റ് ഹിയർ ആൻഡ് ദെയർ. ഫസ്റ്റ് ചരണത്തിന്റെ അവസാനം എന്തായിരുന്നു അത്? അമ്പലമുറ്റത്ത്. ഓക്കെ, സോ ആ സ്ഥലം ആ നോട്ട്സ് ക്ലിയറേ അല്ലായിരുന്നു തീരെ. പക്ഷേ സെക്കൻഡ് ചരണം വന്നപ്പോൾ അത് ശരിയായി. ഓക്കെ, സോ സ്മോൾ എറേഴ്സ് ഹിയർ ആൻഡ് ദെയർ. നല്ലൊരു വിഷ്വൽ ക്രിയേഷൻ ആയിരുന്നു. ഐ തിങ്ക് ഡാൻസേഴ്സ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ഓൾസോ കൃതികയുടെ അനാലിസിസ് ഓഫ് ദ സോങ് വാസ് നൈസ്. സോ കൃതിക, ഗുഡ് പെർഫോമൻസ്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു മാം. കുപ്പുസ്വാമി സർ. കൃതിക, സർ, ചേട്ടൻ മറന്നു പോകുന്ന സമയം പാടുന്ന പാട്ട് കാരണം നിങ്ങൾ പേസിൻ്റെ സുമയിൽ വന്നിട്ടില്ല. ശരിയേ? അതെ. അപ്പോൾ கார்த்திகாண்ட ஸ்பெஷல் பாட்டை எப்படி ப்ரெசென்ட் செய்யணும்னு தெரிஞ்சு அறிஞ்சு നന്ന തീരുമാനിച്ച് പാടി. അതേ കാർത്തികാണ്ടെ സ്പെഷ്യൽ അതല്ല. ഇതേപ്പോ ഞാനൊരു പാവാടെ ചുമപ്പ് ചാവണിയിൽ ഞാനൊരു പാട്ട് എഴുതി ഇവിടെ പാടും. മഞ്ഞ പാവാട പാവാട ചുമപ്പ് നിറ താവണി. മഞ്ഞ പാവാട ചുമപ്പ് നിറ താവണി. മണി എന്ന നാടൻ പാട്ട് പാടി വരുന്നൊരു പെൺമണി. മണി എന്ന നാടൻ പാട്ട് പാടി വരുന്നൊരു പെൺമണി. നിങ്ങളെ മറന്ന ചേട്ടൻ തേടി നിന്ന് പാടുന്ന പാട്ട്. നിങ്ങളെ മറന്ന ചേട്ടൻ തേടി നിന്ന് പാടുന്ന പാട്ട്. എന്റെ മനസ്സിൽ മട്ടുമില്ല ഏവർക്കും മിസമായി. എന്റെ മനസ്സിൽ മട്ടുമില്ല ഏവർക്കും മിസമായി. മഞ്ഞ നിറ പാവാട മഞ്ഞ പാവാട ചുമപ്പ് നിറ താവണി. മണിയന്റെ നാടൻ പാട്ട് പാടി വരുന്നൊരു പെൺമണി. മണിയന്റെ നാടൻ പാട്ട് പാടി വരുന്നൊരു പെൺമണി. അതെ, നന്നായിട്ട് പാടി. താങ്ക് യു സർ. കൃതിക ചേച്ചി, ജഡ്ജസ് നല്ല കമന്റ്സാ പറഞ്ഞത്. കൃതിക നേരത്തെ പറഞ്ഞില്ലേ ഒരു തീം, ഒരു കാമുകൻ അല്ലെങ്കിൽ ഒരു ബോയ് ഫ്രണ്ടിനെ നമ്മൾ പല ഉത്സവങ്ങളിലും കാണുന്നു. പിന്നെ അങ്ങനെ ഒരു തമിഴ് സിനിമയുണ്ട് വെണ്ണില കബഡിക്കുഴു. അപ്പൊ അതിന്റെ ഒരു തീമല്ലേ മാം? നല്ല പാട്ടുകളും ഉണ്ട്, നല്ല മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളും ഉണ്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത്. എന്നിട്ട് ശരണ്യാണ്, ശരണ്യയും വിഷ്ണു എന്ന് പറഞ്ഞിട്ടൊരു ആക്ടറുണ്ട്, അവർ രണ്ടുമാണ് അഭിനയിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി മാർക്സ് ചോദിക്കാം. ഓക്കെ, വിധു ഔട്ട് ഓഫ് 30? 28. മഹതി മാം 28. കുപ്പുസ്വാമി സർ? ഞാനും അതെ 28. താങ്ക് യു സർ. താങ്ക് യു ജഡ്ജസ്. അപ്പം 90-ൽ 84 മാർക്സ് ആണ്.
അപ്പം ഇനിയും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഈ പറഞ്ഞ മാതിരി എക്സ്പ്രഷൻസ് ആണ് ശരിക്കും കൃതികയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന പാട്ടിന്റെ കൂടെ. അപ്പൊ അതൊക്കെ അതിന്റെ കൂടെ തന്നെ കൊണ്ടുപോവുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ കൃതികയുടെ വളരെ സ്വീറ്റ് ആയിട്ടുള്ള നല്ല ഒരു പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നല്ല മനോഹരമായ ഒരു ഗാനത്തിലേക്കാണ്. പക്ഷെ ഒരു ചെറിയ ബ്രേക്ക് ഉണ്ട് അതിനു മുമ്പ്. അപ്പോൾ കൃതികയുടെ വളരെ സ്വീറ്റ് ആയിട്ടുള്ള നല്ലൊരു പാട്ട് നമ്മൾ കേട്ടു. അടുത്തത് വരാൻ പോകുന്നത് ഹാസ്യം റൗണ്ടാണ്. നമുക്കറിയാം ഹാസ്യം റൗണ്ട് എന്ന് പറയുമ്പം എല്ലാവരും ഇങ്ങനെ കാണാൻ കൊതിച്ചിരിക്കുകയായിരിക്കും. ഹാസ്യം നമുക്ക് അവതരിപ്പിക്കാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ ഇന്ന് ഹാസ്യം റൗണ്ടിൽ നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ പോകുന്നത് ശ്യാംലാൽ ആണ്. ലെറ്റ്സ് വെൽക്കം ശ്യാംലാൽ. ശ്യാംലാൽ ചേച്ചി, ഹാസ്യം റൗണ്ടാണ്. അതിനുവേണ്ടി തയ്യാറെടുത്ത് വന്നിരിക്കുകയാണെന്ന് മനസ്സിലായി. അതെ, ഓക്കെ, ഏത് പാട്ടാ പാടുന്നത്? ഞാൻ മണിച്ചേട്ടൻ പാടിയ തോട്ടക്കാട്ടിലെ മുഹമ്മദ് കാക്ക എന്ന സോങ്. അപ്പൊ അതിനകത്ത് ഹാസ്യമൊക്കെ വരുമല്ലോ. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഞാൻ ഇപ്പം പറഞ്ഞതേ ഉള്ളൂ, ഹാസ്യം റൗണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാം ഒരു കോമഡിയുടെ ഒരു എലിമെന്റ് കാണാനായിട്ടിരിക്കുകയാണ്. ഓക്കെ, നന്നായിട്ട് പെർഫോം ചെയ്യൂ. താങ്ക് യു ചേച്ചി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. തോട്ടക്കാട്ടിലെ മമ്മദ് കാക്കാന്റെ കൊമ്പം മീശ റബ്ബെ കണ്ട് പേടിച്ച് വീടര് പാത്തും മാമ പാത്തും മാമ പാത്തും മാമ. തോട്ടക്കാട്ടിലെ മമ്മദ് കാക്കാന്റെ കൊമ്പം മീശ റബ്ബെ കണ്ട് പേടിച്ച് വീടര് പാത്തും മാമ പാത്തും മാമ പാത്തും മാമ. തൊട്ട് അവൾക്കൊരു ചെയ്ത്താൻ ഇളക്കം, മരുന്നൊന്നും കുടിച്ചിട്ടും മാറാത്തൊരിളക്കം, പല്ലിളിച്ച് കാണിച്ച് മലന്നൊരു കിടത്തം. അന്ന് തൊട്ട് അവക്കൊരു ചെയ്ത്താൻ ഇളക്കം, മരുന്നൊന്നും കുടിച്ചിട്ടും മാറാത്തൊരിളക്കം, പല്ലിളിച്ച് കാണിച്ച് മലന്നൊരു കിടത്തം. ൂശിപ്പിലായി മമ്മദ് ബേജാറിലായി ആകെ പുലിവാലായി. കോട്ടക്കാട്ടിലെ മമ്മദ് കാക്കാന്റെ കൊമ്പം മീശ റബ്ബെ കണ്ട് പേടിച്ച് വീടര് പാത്തും മാമ മാമ പാത്തും മാമ. ഘട്ട മമ്മദ് മനസ്സിലൊന്നുറച്ച് അടുത്തുള്ള മൗലവിയെ വിവരമറിയിച്ച് ഓളൊന്ന് കാണാൻ മൗലവി കൊതിച്ച്. ഗതികെട്ട മമ്മദ് മനസ്സിലൊന്നുറച്ച് അടുത്തുള്ള മൗലവിയെ വിവരമറിയിച്ച് ഓളൊന്നു കാണാൻ മൗലവി കൊതിച്ച്. എന്തൊരു പെൺകുട്ടി, പത്തരമാറ്റുള്ളൊരു കുട്ടി, നമ്മടെ പാത്തും ആ കുട്ടി. കോട്ടക്കാട്ടിലെ മമ്മദ് കാക്കാന്റെ കൊമ്പം മീശ റബ്ബെ കണ്ട് പേടിച്ച് വീടര് പാത്തും മാമ പാത്തും മാമ പാത്തും മാമ.
മൗലവി മുഖത്തെ കൊരുത്തി മന്ദിരിച്ച് മൗലവി മുഖത്തെ കൊരുത്തി അകത്തേക്ക് അപസ്മര നെയ്യും കൊടുത്ത് 40 ദിവസത്തെ പിഞ്ഞാണമെഴുത്ത് മന്ദിരിച്ച് മൗലവി മുഖത്തെ കൊരുത്തി അകത്തേക്ക് അപസ്മര നെയ്യും കൊടുത്ത് 40 ദിവസത്തെ പിഞ്ഞാണമെഴുത്ത് മൗലവി പാസാക്കി നെയ്യുണ്ടാക്കൽ ജോറാക്കി സുൽത്താൻ ഇളകൽ ബാറാക്കി കോട്ടക്കാട്ടിലെ മമ്മദ് കാക്കാന്റെ കൊമ്പം മീശ റബ്ബെ കണ്ട് പേടിച്ച് ഈടർ പാത്തും മാമ പാത്തും മാമ കോട്ടക്കാട്ടിലെ മമ്മദ് കാക്കാൻ കൊമ്പം മീശ റബ്ബെ കണ്ട് പേടിച്ച് ഈടർ പാത്തും മാമ പാത്തും മാമ. ശ്യാം, ചേച്ചി നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കാരണം ശ്യാമിന്റെ പെർഫോമൻസ് ആയിരുന്നെങ്കിലും ശ്യാമിന്റെ അച്ഛനാണ് നന്നായിട്ട് പെർഫോം ചെയ്തത് അല്ലേ? ശ്യാമിന്റെ അച്ഛനല്ലേ വന്നത്? ഓക്കെ, അദ്ദേഹം ഇത്രയും വലിയ നല്ലൊരു കലാകാരനാണ്. കാരണം ശ്യാം വീട്ടിലിരുന്ന് ചെറുതായിട്ട് അദ്ദേഹത്തിന്റെ ഒരു ശരിക്കും ഒരു ചെറിയ മേൽനോട്ടം മതിയല്ലോ. അച്ഛനെ ചെറിയ കാര്യങ്ങൾ ചോദിച്ചു പഠിച്ചാൽ മാത്രം മതി പെർഫോമൻസിന്റെ കാര്യത്തിൽ. ഇത്രയും പതറേണ്ട ഒരു ആവശ്യമില്ലെന്ന് തോന്നുന്നു. നമുക്കിനി ജഡ്ജസിന്റെ കമന്റ്സിലേക്ക് പോവാം. കുപ്പസ്വാമി സർ, ஷியாம்லாலுடைய வேஷத்தை பார்க்குறப்போ எனக்கு அல்லாஹ்வுடைய இந்த பெரிய ஈடு இணை இல்லாத இந்த அல்லாஹ்வுடைய பேரருள் தான் ஞாபகம் வருது. இந்த பாட்டு தமிழ்நாட்டில் நாகூர் அனிபா, எங்கள் நாகூருக்கு பக்கம், எங்கள் ஊர் நாடு நாகூருக்கு பக்கத்தில் இருக்குது. எங்களோட ஊர் ஒரு நாகூர் அனிபா. அவர் பாடின பாட்டுகள் எல்லாம் எனக்கு தெரியும். ஒரு பாட்டு, இறைவனிடம் கையேந்துங்கள், அவன் இல்லை என்று சொல்லுவதில்லை, பொறுமையுடன் கேட்டு பாருங்கள், அவன் பொக்கிஷத்தை மூடுவதில்லை. இறைவனிடம் கையேந்துங்கள், அவன் இல்லை என்று சொல்லுவதில்லை, பொறுமையுடன் கேட்டு பாருங்கள், அவன் பொக்கிஷத்தை மூடுவதில்லை. இறைவனிடம் கையேந்துங்கள், அவன் இல்லை என்று சொல்லுவதில்லை, ஆசையுடன் கேட்பவர்க்கு அள்ளி தருபவன், அல்ல துன்பம் துயரங்களை கிள்ளி எறிபவன், பாசத்தோடு யாவரையும் பார்க்கின்றவன், பாவங்களை பார்வையினால் மாய்க்கின்றவன், அல்லல் படும் மாந்தர்களே அயராதீர்கள், அல்லாஹ்வின் பேரருளை நம்பி நில்லுங்கள், அல்லல் படும் மாந்தர்களே அயராதீர்கள், அல்லாஹ்வின் பேரருளை நம்பி நில்லுங்கள், அவனிடத்தில் குறை அனைத்தும் சொல்லி காட்டுங்கள், அன்பு நோக்கு தருகவென்று அழுது கேளுங்கள், இறைவனிடம் கையேந்துங்கள், அவன் இல்லை என்று சொல்லுவதில்லை. அந்த பாட்டு இப்போ அந்த இஸ்லாத்தை சார்ந்தவர்கள்லாம் எல்லாம் பாஸ்டில் இருக்கிறாங்க, விரதத்தில் இருக்கிறாங்க. இந்த நேரம் நீங்கள் இந்த வேஷத்தில் வந்தது ரொம்ப பொருத்தமாக இருக்குது. நல்லா பாடுனீங்க, நல்ல வேஷம் போட்டது. கூட இருந்தவங்க 2 பேர், சுபாஷ் அச்சன். ஆஹா, அதே எனக்கு யாருன்னு தெரியல. பட் நன்னாயிட்டு செஞ்சு எல்லாரும் நல்லா சப்போர்ட் ஆகி குட், நைஸ். தேங்க்யூ சார். താങ്ക് യു സർ. മഹതി മാം. ശ്യാംലാൽ മാം, സൂപ്പർ ആയിരുന്നു. താങ്ക് യു മാം. സോ ശ്യാംലാലിന്റെ അച്ഛനാണ് ഒരു മേജർ കോൺട്രിബ്യൂഷൻ ചെയ്തിരിക്കുന്ന ഈ പെർഫോമൻസിൽ അല്ലേ? അതെ അതെ. സോ ശ്യാമിന്റെ അച്ഛൻ സുനിൽ സാർ ഒരു വലിയൊരു തെയ്യം കലാകാരനാണ് എന്ന് ശ്യാം തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ വണ്ടർഫുൾ. ആ ഒരു അച്ഛൻ നാടകത്തിലൊക്കെ അഭിനയിക്കാറുണ്ട്. അത് കാണാമായിരുന്നു നമുക്ക്. എന്തൊരു നാച്ചുറൽ ആയിരുന്നു അഭിനയിക്കുന്നത്. സർ സൂപ്പർ ആയിട്ട് ചെയ്തു സർ, ഫെന്റാസ്റ്റിക്. ഭയങ്കര നാച്ചുറൽ ആയിരുന്നു. ശ്യാമു നന്നായിട്ട് ചെയ്തു. ശ്യാമിന് എപ്പോഴുള്ള ഒരു കുഴപ്പമാണ് ഈ ഇറക്കുന്നത്. അതെന്താ അവിടെ അങ്ങനെ ഡ്രൈ ആവുന്നത്? എല്ലാ പെർഫോമൻസിലും ഐ തിങ്ക് മിന്നാമിനിങ് തുടങ്ങിയിട്ട് എല്ലാ റൗണ്ട്സിലും ശ്യാമിന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു വാക്കോ എന്തെങ്കിലുമൊക്കെ പോവും അല്ലേ? കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അവിടെ വന്ന് പേടിച്ചിട്ട് ഡ്രൈ ആവണാണോ? അല്ലല്ല, സ്റ്റെപ്പ് ചെയ്യുമ്പോ ഡ്രൈ ആയി. ഡാൻസിന്റെ പ്രശ്നം.
അതാണല്ലേ. ശരി, ഏതായാലും സുഭാഷ് നന്നായിട്ട് ചെയ്തു. സുഭാഷ് ചേട്ടൻ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവസാന നിമിഷത്തിലാണ് സുഭാഷ് ചേട്ടൻ കയറി സ്റ്റേജിലേക്ക് വന്നത്. സൂപ്പർ ആയിരുന്നു സുഭാഷിന്റെ ഒരു എൻട്രി, നല്ല നടത്തം, നല്ല എൻട്രി ആയിരുന്നു. സോ ആ കൂടി ഒരു നല്ല കോൺസെപ്റ്റ് ആയിരുന്നു. ശ്യാംലാൽ ഒത്തിരി എൻജോയ് ചെയ്തു. നല്ലൊരു കോമിക് റിലീഫ് ഉണ്ടായിരുന്നു. വെരി നൈസ്. ശ്യാം സോ സിംഗിങ് മാത്രം ഇത്തിരി അവിടെ എവിടെയൊക്കെ പോകുന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ കോമഡി അതിൽ നമ്മൾ അങ്ങോട്ട് നോക്കി. സോ അത് കാരണം ആ കറക്ഷൻസ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. താങ്ക് യു മാം. മിഥു. യെസ്, ശ്യാംലാൽ സാർ ആരാ മുഞ്ചത്തി? നമ്പർ തന്നിട്ട് പോണേ പോകുമ്പോ. എനിക്കല്ല, നമ്മുടെ ഡയറക്ടർ ചോദിച്ചായിരുന്നു, ഷോയുടെ ഡയറക്ടർ ചോദിച്ചായിരുന്നു പുള്ളിക്ക് എന്തോ പുതിയ ഷോയ്ക്ക് എന്താ ആങ്കർ ചെയ്യാനെന്നോ എന്താ വേണമെന്നൊക്കെ പറയുന്ന കേട്ടു. അച്ഛൻ കലക്കി, മോനും കലക്കി, എല്ലാവരും കലക്കി, നല്ലതായിരുന്നു. പിന്നെ ഓടി നടന്ന് പാടുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ബ്രീത്തിൻ്റെയും കുറച്ച് പിച്ചിയും എല്ലാം അതിൻ്റെ ആ ഒരു കോമഡി, പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു കോമഡി അറ്റ്മോസ്ഫിയറിൽ നമുക്കിതെല്ലാം അങ്ങ് നമുക്ക് മറക്കാവുന്നുള്ളതേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് ലിറിക്സ് ഓർമ്മിക്കണം, എല്ലാം ഗംഭീരമായിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഈ കോമഡി ഇതും ചെയ്യണം, എല്ലാം നന്നായിട്ട് തന്നെ പോയി, കുഴപ്പമൊന്നുമില്ല. കോമഡി ആയതുകൊണ്ട് തന്നെ ഈ വക സംഭവങ്ങൾ, ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മളങ്ങ് കണ്ണടച്ച് വിടുന്നു. പിന്നെ എന്താണ്, ശ്യാമിൻ്റെ എക്സ്പ്രഷൻസ് കൂടുതലും നമുക്ക് മനസ്സിലായില്ല, കാരണം ഈ ചെറിയൊരു മീശയാണല്ലോ മുഖത്തിരിക്കുന്നത്, അതുകൊണ്ട് മീശ പൊടിഞ്ഞ് വായിലേക്ക് എത്തി. അതാണ്, അതുകൊണ്ട് മനസ്സിലാവുന്നില്ല ചിരിക്കുകയായിരുന്നോ സംസാരിക്കായിരുന്നോ എന്നുള്ളത്. അപ്പൊ എന്തായാലും എനിവേസ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വിധു. ശരിക്കും ഹാസ്യം റൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു പേടിയില്ലായിരുന്നു, എന്ത് ചെയ്യും എന്നൊരു പേടി ഉണ്ടായിരുന്നോ? ചെറുതായിട്ട്. അപ്പൊ ആ പേടി ഇപ്പോ കമന്റ്സ് കേട്ടപ്പോ മാറിയില്ലേ? കുറച്ച് മാറി. ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം അല്ലേ? ഓക്കെ, കുപ്പുസ്വാമി സർ, ഔട്ട് ഓഫ് 30? നിങ്ങൾക്ക് 26, നിങ്ങളുടെ അച്ഛനെ കൊണ്ട് 27, കൂടെ വന്ന സുഭാഷ് കൊണ്ട് 28. താങ്ക് യു സർ. മഹതി മാം 28. താങ്ക് യു. വിധു 28. താങ്ക് യു സർ. താങ്ക് യു ജഡ്ജസ്. ഇപ്പൊ 90-ൽ 84 മാർക്സ് കിട്ടി. നല്ല മാർക്സ് ആണ്. എന്നിട്ടും ഒരു സന്തോഷമില്ല, ഒരു വീണ്ടും കരയാൻ പോകുന്ന ഒരു സ്ഥായി ഭാവം ഇതാണ് തോന്നുന്നല്ലേ? എല്ലാം മീശ വെച്ചിട്ട് മനസ്സിലാവും. നേരത്തെ വിധു പറഞ്ഞ പോലെ ഇത് ചിരിക്കുകയാണോ കരയുകയാണോ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പം എന്തായാലും ഇതൊരു ചലഞ്ചായിട്ട് എടുത്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, തീർച്ചയായും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ ശ്യാംലാലിന്റെ ഹാസ്യം റൗണ്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. അടുത്തൊരു പെർഫോമൻസ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ബട്ട് ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക് ആൻഡ് വിൽ ബി റൈറ്റ് ബാക്ക് ഓൺ മിന്നാ മിനുങ്ങ് പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. വെൽക്കം ബാക്ക് ടു മിന്നാ മിനുങ്ങ് പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. അപ്പോൾ ബ്രേക്കിന് ശേഷം നമുക്കൊരു സ്പെഷ്യൽ പെർഫോമൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ ഒരു സ്വന്തം പ്രിയപ്പെട്ട ജഡ്ജാണ് നമുക്ക് വേണ്ടി അടുത്തതായി പെർഫോം ചെയ്യാൻ പോകുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം. பணம் போட்டதுமே என் நம்பரை ஆட்டோ ரிஜெக்ட் பண்ணு அடியே
செல்போனில் சார்ஜ் போட சொன்ன பணம் போட்டதுமே என் நம்பரு ஆட்டோ ரிஜெக்ட் பண்ணு கல்யாணம் ஆகட்டுண்டி கண்ணு அப்புறம் நான் காட்டுறண்டி என் குசும்ப பொறுத்து கடி பொண்ணு செல்போனில் சார்ஜ் போட சொன்னேன் பணம் போட்டதுமே என் நம்பரு ஆட்டோ ரிஜெக்ட் பண்ணு செல்போனில் சார்ஜ் போட சொன்னேன் பணம் போட்டதுமே என் நம்பரு ஆட்டோ ரிஜெக்ட் பண்ணு கல்யாணம் ஆகட்டுண்டி கண்ணு கல்யாணம் ஆகட்டுண்டி கண்ணு அப்புறம் காட்டுறண்டி என் குசும்ப பொறுத்து கடி பொண்ணு ஒய்யார 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 கொண்டையில தூவே அதில் ஒன்று ரெண்டு பூவெடுத்து என் மேல தூவே ஒய்யார கொண்டையில பூவே காலேஜ் சீட்டுக்கு கெஞ்சின காலேஜ் சீட்டுக்கு கெஞ்சின உன் காரியம் முடிஞ்சதுமே காட்டுறிய வஞ்சன காலேஜ் சீட்டுக்கு கெஞ்சின உன் காரியம் முடிஞ்சதுமே காட்டுறிய வஞ்சன காதலில எல்லாரையும் மிஞ்சின காதலில எல்லாரையும் மிஞ்சின நீ கண்ணகியா மாதவியா தாங்கி மாடி பஞ்சன பொய்யார கொண்டையில போவே அதில் ஒன்று ரெண்டு பூவெடுத்து என் மேல தூவி பொய்யார கொண்டையில பூவே அதே என் கூட பைக்கில் போக துடிக்கிற அப்புறம் ஏது கடி துணியால உன் முகத்தை மறைக்கிற என் கூட பைக்கில் போக துடிக்கிற அப்புறம் ஏது கடி உன் முகத்தை துணியால மறைக்கிற அவசரமா பிரேக் போட்டா முறைக்கிற அவசரமா பிரேக் போட்டா முறைக்கிற உன் அண்ணன் பேரை சொல்லி சொல்லி என் ஆசையை நீ குறைக்கிற என் கூட பைக்கில் போக துடிக்கிற அப்புறம் ஏது கடி துணியால அப்புறம் ஏது கடி துணியால கோமகத்தை மறைக்கிற என் கூட பைக்கில் போக துடிக்கிற அப்புறம் ஏது கடி துணியால கோமுகத்தை மறைக்கிற அவசரமா பிரேக் போட்டா மறைக்கிற அவசரமா பிரேக் போட்டா மறைக்கிற உன் அண்ணன் பேரை சொல்லி சொல்லி ஆசையை நீ குறைக்கிற ஒய்யார கொண்டையில போவே ஒன்னு ரெண்டு பூவெடுத்து என் மேல தூது ஒய்யார கொண்டையில போவே பேப்பர் வாங்க போக நின்னு கூப்பிடுற பேப்பர் வாங்க போக நின்னு கூப்பிடுற போனா பேப்பர் தோசை பிஸ்ஸா என் பணத்தில சாப்பிடுற பேப்பர் வாங்க போக நின்னு கூப்பிடுற போனா பேப்பர் தோசை பிஸ்ஸா என் பணத்தில சாப்பிடுற அப்ப வச்சு கழட்டி விட நினைக்கிற அப்ப வச்சு கழட்டி விட துடிக்கிற ஒன்னால் ஆகாது விட மாட்டேன் அப்புறம் என் நடிக்கிற பொய்யார கொண்டையில பூ பொய்யார கொண்டையில பூ ஒன்னு ரெண்டு பூவெடுத்து என் மேல தூவி பொய்யார கொண்டையில போவே பொய்யார அட பொய்யார பொய்யார கொண்டையில போவே அதில் ஒன்னு ரெண்டு பூவெடுத்து என் மேல தூவி பொய்யார கொண்டையில தூவி பொய்யார கொண்டையில போவே பொய்யார கொண்டையில போவே വ്യത്യസ്തമായ ഭാവതലങ്ങളുമായി മിന്നാമിനിങ്ങിന്റെ ഒരു അധ്യായം കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ്. പക്ഷെ നമ്മൾ വീണ്ടും കാണും മിന്നാമിനിങ്ങിന്റെ അടുത്ത എപ്പിസോഡിൽ. ടിൽ ദെൻ ഇറ്റ്സ് ഡോക്ടർ ദിവ്യ സൈനിങ് ഓഫ് ഫ്രം മിന്നാമിനിങ് പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. മറ്റാർക്കും ഈ ഗതി കേടുവരുത്തല്ലേ പൊന്നേ അമ്മയുടെ തങ്കക്കുടമേ നീയവിടെ
പഴം പോലെ ചേലുള്ള പെണ്ണിന്റെ ഓമനപ്പൂമുഖം വാടിടുമ്പോൾ ഓർമ്മയിലൂടെ കളിക്കുവാനെത്തിടും ഓണനിലാവായി മണിച്ചേട്ടൻ ഓർമ്മയിലൂടെ കളിക്കുവാനെത്തിടും ഓണനിലാവായി മണിച്ചേട്ടൻ നേരെ പടിഞ്ഞാറു സൂര്യൻ താനേ മറയുന്ന സൂര്യൻ ഇന്നലെ ഇത്തറവാട്ടിൽ തത്തിക്കളിച്ചൊരു പൊൻ സൂര്യൻ തെല്ലു തെക്ക് പുറത്ത് മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ തെല്ലു തെക്ക് പുറത്ത് മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ നേരെ പടിഞ്ഞാറു സൂര്യൻ താനേ മറയുന്ന സൂര്യൻ ഇന്നലെ തറവാട്ടിൽ തത്തിക്കളിച്ചൊരു പൊൻ സൂര്യൻ തെല്ലു തെക്ക് പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ തെല്ലു തെക്ക് പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ കൂട്ടുകാരാ പാട്ടുകാരാ എന്നെ പാടുകയില്ലേ നീ നാട്ടുകാരാ കൂട്ടുകാരാ പാട്ടുകാരാ ഇനി പാടുകയില്ലേ നീ നാട്ടുകാരാ കൂട്ടുകാരാ നാട്ടുകാരാ ഞങ്ങൾ പാടിത്തുടങ്ങട്ടെ പാട്ടുകാരാ കൂട്ടുകാരാ നാട്ടുകാരാ ഞങ്ങൾ പാടിത്തുടങ്ങട്ടെ നാട്ടുകാരാ ഞങ്ങൾ പാടിത്തുടങ്ങട്ടെ നാട്ടുകാരാ ഞങ്ങൾ പാടിത്തുടങ്ങട്ടെ പാട്ടുകാരാ ഞങ്ങൾ പാടിത്തുടങ്ങട്ടെ പാട്ടുകാരാ ഞങ്ങൾ പാടിത്തുട